ദൃശ്യവിരുന്നും കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പുത്തൻ കളിയുപകരണങ്ങളുമായി സെന്റിനറി പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പാർക്ക് നാടിനായി തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രനും പറഞ്ഞു. കടലോര സൗന്ദര്യം ആസ്വദിച്ച് ഇനി തലശ്ശേരിക്കാർക്ക് സായാഹ്നങ്ങൾ ആഘോഷമാക്കാം. തലശ്ശേരി നഗരസഭയുടെ സെന്റിനറി ആഘോഷ ഭാഗമായി ജില്ലാ കോടതിക്ക് മുന്നിൽ ദേശീയ പാതയോരത്ത് പണിത പാർക്ക് ലക്ഷങ്ങൾ മുടക്കി 2 വട്ടം നവീകരിച്ചിട്ടും പുതുമയും സൗകര്യങ്ങളും ഏറെ നാൾ ഉപകരിച്ചില്ല. കടലോരത്തായതിനാൽ ഉപ്പുകാറ്റേറ്റ് പാർക്കിലെ ഉപകരണങ്ങൾ ഓരോന്നായി തുരുമ്പിച്ചത് കുടുംബങ്ങളെ പാർക്കിൽ നിന്ന് അകറ്റി. കൃത്യമായ പരിപാലനവും ശുചീകരണവും നടക്കാതായതോടെ പാർക്ക് കാടുമൂടി. അവഗണിക്കപ്പെട്ട പാർക്ക് പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് ഇടപാടുകാരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി. ഈ ഘട്ടത്തിലാണ് സഹകരണ റൂറൽ ബാങ്ക് സെന്റിനറി പാർക്ക് 10 വർഷത്തേക്ക് നടത്തിപ്പിനായി ഏറ്റെടുത്തത്. 3.5 കോടിയോളം രൂപ ചെലവഴിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴിയാണ് നവീകരണം പൂർത്തിയാക്കിയത്. കുട്ടികൾക്കായി വിശാലമായ പാർക്ക്, ഫുഡ് കിയോസ്കുകൾ, ഫിഷ് സ്പാ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികൾ നടത്താനുള്ള ഓപ്പൺ സ്റ്റേജ്, സ്കേറ്റിംഗ് യാർഡ്, ഓപ്പൺ ജിം എന്നിവയും പാർക്കിന്റെ പ്രത്യേകതകളാണ്. ജിമ്മിന് ചുറ്റുമായി നടക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 2 ആധുനിക ടോയ്ലറ്റുകളും സന്ദർശകർക്കായി പണി തീർത്തു. തലശ്ശേരിയുടെ പൈതൃകം അടയാളപ്പെടുത്തിയ ഇത് ഞമ്മളെ തലശ്ശേരി എന്ന ആർട്ട് വാൾ പാർക്കിന്റെ മറ്റൊരു ആകർഷണമാണ്. തലശ്ശേരി കോട്ട, കടൽപ്പാലം, ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് പ്രതീകങ്ങൾ, തലശ്ശേരിയിലെ പുരാതനമായ ആരാധനാലയങ്ങൾ എന്നിവ ആർട്ട് വാളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പൂന്തോട്ടം, ടിക്കറ്റ് കൗണ്ടറിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, എമർജൻസി എക്സിസ്റ്റ് ഗേറ്റ്, കടൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള വ്യൂ പോയിന്റും സജ്ജമാണ്. ഉദ്ഘാടനത്തിനൊരുങ്ങിയ പാർക്കിലെത്തിയ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രനും സൗകര്യങ്ങൾ വിലയിരുത്തി. തലശ്ശേരി നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കടൽത്തീര കാഴ്ചകളുള്ളതാണ് സെന്റിനറി പാർക്ക്. സെന്റിനറി പാർക്കിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് വേണ്ടത്ര പരിപാലിക്കപ്പെടാതെ പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. തലശ്ശേരി കേരളത്തിനും മലയാളത്തിനും സംഭാവന ചെയ്ത പ്രശസ്തനായ ഗാനരചയിതാവ് രാഘവൻ മാസ്റ്ററുടെ മൃതശരീരം അടക്കം ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഉൾപ്പെടെയുള്ളതാണ് തലശ്ശേരിയുടെ അഭിമാനമായ ഈ സെന്റിനറി പാർക്ക്. തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് തലശ്ശേരി നഗരസഭയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെന്റിനറി പാർക്ക് 10 വർഷത്തേക്ക് ഏറ്റെടുത്ത് നടത്തുന്നതിന് നഗരസഭ തലശ്ശേരി സഹകരണ റൂറൽ ബാങ്കിന് അനുമതി നൽകുകയുണ്ടായി. തലശ്ശേരി നഗരസഭ എടുത്ത ആ തീരുമാനം തീർച്ചയായും വളരെ സന്തോഷത്തോടെയാണ് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് ഏറ്റെടുത്തത്. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സെന്റിനറി പാർക്ക് ആകമാനം നവീകരിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗിയുള്ള, അതുപോലെ പകലും സന്ധ്യയും രാത്രിയുമൊന്നും വ്യത്യാസമില്ലാതെ തന്നെ നന്നായി സമയം ചെലവിടാൻ പറ്റാവുന്ന, വിശ്രമിക്കാൻ പറ്റാവുന്ന, കുട്ടികൾക്ക് കളിച്ച് രസിക്കാൻ പറ്റാവുന്ന ഒരിടമാക്കി മാറ്റിയിരിക്കുകയാണ്. 3.5 കോടിയിലധികം രൂപയാണ് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് സെന്റിനറി പാർക്കിൻ്റെ നവീകരണത്തിന് വേണ്ടി ചെലവിട്ടിട്ടുള്ളത്. 1.25 ഏക്കറിലധികം വിസ്തൃതിയുള്ളതാണ് തലശ്ശേരി സെന്റിനറി പാർക്ക്. ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നിരവധി സൗകര്യങ്ങൾ ഈ നവീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ സെന്റിനറി പാർക്കിൻ്റെ ഏറ്റവും ആകർഷകമായ ചിൽഡ്രൻസ് പാർക്ക് ഏരിയയിലാണ് നിൽക്കുന്നത്. ഒരേ സമയം തന്നെ നിരവധി കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും പാകത്തിലുള്ള കളി ഉപകരണങ്ങളും മറ്റും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം തന്നെ കുട്ടികളിവിടെ കളിക്കുന്ന ഘട്ടത്തിൽ അവരുടെ രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാനും മറ്റും പറ്റാവുന്ന സൗകര്യങ്ങളും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയിലെ കലാകാരന്മാർക്ക് പ്രത്യേക ദിവസങ്ങളിൽ ഒത്തുകൂടാനും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ലഭിക്കും. അതിനു പുറമെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ യോഗ പരിശീലനത്തിന് വേണ്ടിയും കരാട്ടെ പരിശീലനത്തിന് വേണ്ടിയിട്ടുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഓപ്പൺ ജിംനാഷ്യം, ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമായിട്ട് കരാട്ടെ പരിശീലനം, അതുപോലെ തന്നെ യോഗ പരിശീലനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ
പാർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനു പുറമെ പാർക്കിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ ജ്യൂസും തലശ്ശേരിയുടെ പ്രത്യേക രുചിക്കൂട്ടുള്ള പലഹാരങ്ങളും എല്ലാം ലഭ്യമാക്കുന്ന സ്റ്റാളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി സതി, നഗരസഭ മുൻ ചെയർമാൻ ആമിന മാളിയേക്കൽ, സെക്രട്ടറി എൻ സുരേഷ് കുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വത്സൻ, ഭരണസമിതി അംഗം ടി സി അബ്ദുൽ കിലാബ്, കൗൺസിലർമാർ, മുൻ കൗൺസിലർമാർ തുടങ്ങിയവരും സംബന്ധിച്ചു.